ഹരേ കൃഷ്ണ. ഇനി നമുക്ക് 4-ാമത്തെ ശ്ലോകം നോക്കാം. സന്ധാനം കൃതവതി ദാനവൈസുരൗഖേ മന്ധാനം നയതി മദേന മന്ദരാദ്രിം ഭ്രഷ്ടേസ്മിൻ ബദരമിവോദ്വഹൻ ഖഗേന്ദ്രേ സദ്യസ്ത്വം വിനിഹിതവാൻ പയഃ പയോധൗ. സന്ധാനം കൃതവതി, സന്ധാനം സന്ധി, കൃതവതി ചെയ്തു, സന്ധി ചെയ്തു. ഭഗവാൻ പറഞ്ഞതനുസരിച്ചു കൊണ്ട് തന്നെ ആ ദേവന്മാർ പോയി അസുരന്മാരോട് സന്ധി ചെയ്തു. ദാനവൈസുരൗഖേ, ദാനവൈഹി സുരൗഖേ, ഇങ്ങനെ 2 വാക്കുകൾ ചേരുന്നതാണ് ദാനവൈസുരൗഖേ. ദാനവന്മാരെന്ന് പറഞ്ഞാൽ അസുരന്മാർ. അപ്പോൾ അസുരന്മാരുമായി സന്ധി ചെയ്തു. ആര്? സുരൗഖേ, സുരൻ ദേവൻ, സുരൗഖേ സുരന്മാരുടെ കൂട്ടം, ഓഖം എന്നാൽ കൂട്ടം. അപ്പോൾ ഈ ദേവന്മാരെല്ലാവരും കൂടി പോയി അസുരന്മാരുമായിട്ട് സന്ധി ചെയ്തു. മന്ധാനം നയതി മദേന മന്ദരാദ്രിം. മന്ധാനം എന്ന് പറഞ്ഞാൽ മഥിക്കാൻ, കടയാനായിട്ട്. മന്ദരാദ്രിം, മന്ദരപർവ്വതത്തെ, ഇത് കടയണമെങ്കിൽ നമുക്ക് നടുക്കൊരു കടകോല് വേണം. അപ്പോൾ ആ കടകോലായി വെച്ച് കടയുന്നതിന് മന്ദരപർവ്വതത്തെ മന്ധാനം നയതി എന്ന് പറഞ്ഞാൽ അത് എടുത്തുകൊണ്ട് പോകുമ്പോൾ എങ്ങനെ? മദേന മന്ദരാദ്രിം. മദേന എന്ന് പറഞ്ഞാൽ ഒരു അഹങ്കാരം അപ്പോഴും ഉള്ളിലുണ്ടായിരുന്നു. അപ്പോൾ ഈ കടകോലായിട്ട് ഉപയോഗിക്കുന്നതിനായി മന്ദരപർവ്വതത്തെ എടുത്തുകൊണ്ട് പാലാഴിയെ ലക്ഷ്യമാക്കി പോകുമ്പോൾ അപ്പോഴും നോക്കൂ, ദേവന്മാരുടെ ഉള്ളിൽ ജരാനരകൾ ബാധിച്ച് തളർത്തിയിട്ടും അഹങ്കാരം അല്പം, മദേന മതത്തോടു കൂടിയാണ് എടുത്തുകൊണ്ട് പോയത്. ഞങ്ങൾക്ക് ഭഗവാനുണ്ട് കൂടെ, ഞങ്ങൾക്കിനി എന്തും ചെയ്യാനാവും എന്നുള്ള ഒരു ഭാവത്തിലാണ് എടുത്തുകൊണ്ട് പോകുന്നത്. ആ സമയത്ത് ഭ്രഷ്ടേസ്മിൻ, ഭ്രഷ്ടേ അസ്മിനാണ് ഭ്രഷ്ടേസ്മിൻ, അത് കയ്യിൽ നിന്നും താഴെ വീണുപോയി. അതായത് അവരെ തിരിച്ചറിയിക്കണം, ഈ കൊണ്ടുപോകുന്നത് ഭഗവാനെ അവിടുത്തെ കൃപ കൊണ്ടാണ് ഇത് അവർക്ക് സാധ്യമാകുന്നതെന്ന് അവർക്ക് ബോധ്യപ്പെടുത്തുവാൻ വേണ്ടി, അവരുടെ ഈ ക്ഷീണിതാവസ്ഥയിൽ അവർക്കിത് എടുത്തുകൊണ്ടു പോകാൻ ശക്തിയില്ല എന്നവരെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി അത് ആ മാർഗമധ്യത്തിൽ ആ മന്ദരപർവ്വതം അങ്ങോട്ട് കയ്യിൽ നിന്നും വീണുപോയി. ബദരമിവോദ്വഹൻ ഖഗേന്ദ്രേ. ബദരം ഇവ ഉദ്വഹൻ, ഇങ്ങനെ 3 വാക്കുകൾ ചേരുന്നതാണ് ബദരമിവോദ്വഹൻ. ബദരം എന്ന് പറഞ്ഞാൽ ഒരു ബദരപ്പഴത്തെ, അതായത് നമ്മൾ ഒരു ലന്തപ്പഴത്തിൻ്റെയൊക്കെ കുരു എന്ന് പറയില്ലേ, അതേപോലെ അങ്ങനെ ഒരു ബദരത്തെ, ഒരു പഴത്തെ, ഇവ ഉദ്വഹൻ, ഇവ എന്ന് പറഞ്ഞാൽ എന്ന പോലെ, ഉദ്വഹൻ എന്ന് പറഞ്ഞാൽ പൊക്കിയെടുത്തു, പൊക്കിയെടുത്ത് ഖഗേന്ദ്രേ എന്ന് പറഞ്ഞാൽ ഗരുഡന്, ഖഗങ്ങളിൽ ഇന്ദ്രനായിട്ടുള്ളവൻ. ഖഗം എന്നാൽ പക്ഷി, പക്ഷികളുടെ ഇന്ദ്രനായി വർത്തിക്കുന്നത് ഗരുഡനാണ്. അപ്പോൾ ഗരുഡൻ എന്ത് ചെയ്തു? ഇത് കയ്യിൽ നിന്ന് താഴെ വീണു പോയപ്പോൾ ഒരു ബദരപ്പഴം എടുത്തു പൊക്കുന്ന ലാഘവത്തോടുകൂടി ഈ മന്ദരപർവ്വതത്തെ എടുത്ത് ഉയർത്തി. എന്നിട്ട് സദ്യസ്ത്വം വിനിഹിതവാൻ പയഃ പയോധൗ. സദ്യസ്ത്വം, സദ്യഃ ത്വം ആണ് സദ്യസ്ത്വം. സദ്യഃ എന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ, വേഗത്തിൽ, ത്വം അവിടുന്ന്,
ഇവിടെ പറയാ ബദരമിവോദ്വഹൻ ഖഗേന്ദ്രേ, ആ ഗരുഡൻ്റെ പുറത്തേറിയിട്ട് അവിടുന്ന് അവിടെ വന്നിട്ട് വളരെ പെട്ടെന്ന് തന്നെ ഒരു ബദരപ്പഴം എടുത്ത് പൊക്കുന്ന ലാഘവത്തിൽ എടുത്ത് ഉയർത്തിയിട്ട് വിനിഹിതവാൻ പയോധൗ, വിനിഹിതവാൻ എന്ന് പറഞ്ഞാൽ കൊണ്ടുവന്ന് ഉറപ്പിച്ചു നിർത്തി. എവിടെ? പയോധൗ, ആ പാൽക്കടൽ മധ്യത്തിൽ കൊണ്ടുവന്ന് അവിടുന്ന് ഉറപ്പിച്ചു നിർത്തി. അപ്പോൾ ഒരു ഗരുഡൻ എപ്രകാരമാണോ ഒരു ബദരപ്പഴം എടുത്തു പൊക്കുന്നത്, ആ ലാഘവത്തിൽ ഗരുഡൻ്റെ പുറത്തേറി വന്ന ഭഗവാനെ അവിടുന്ന് ഈ മന്ദരപർവ്വതത്തെ വളരെ ലാഘവത്തോടു കൂടി എടുത്ത് ഉയർത്തിക്കൊണ്ടു പോയിട്ട് ആ പാൽക്കടൽ മധ്യത്തിൽ കൊണ്ടുവന്ന് ഉറപ്പിച്ച് നിർത്തിക്കൊടുത്തു. ആർക്ക്? ദേവന്മാർക്ക്. ഇവിടെ ഇപ്പോൾ ദേവന്മാർക്ക് മനസ്സിലായി, ഇത് തങ്ങളുടെ കഴിവുകൊണ്ടല്ല ഇത്ര നേരവും തങ്ങൾക്കിത് ഉയർത്തിക്കൊണ്ടുവരുവാൻ കഴിഞ്ഞത്. തങ്ങൾ എത്ര കഷ്ടപ്പെട്ടാണ്, എത്ര ഭാരമായിരുന്നു ഇതിന്. അതേ സാധനത്തെ, അതേ മന്ദരപർവ്വതത്തെ ഭഗവാനാകട്ടെ എത്ര നിസ്സാരമായിട്ടാണ് ഉയർത്തിക്കൊണ്ടുപോയത് എന്ന് അവരെ ഒന്ന് ബോധ്യപ്പെടുത്തി കൊടുത്തു. അവരുടെ ഉള്ളിലെ ആ മതത്തെ കെടുത്തുകയും വേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് ഭഗവാൻ കാണിച്ച ഒരു കാരുണ്യമായിരുന്നു, ഒരു ഗരുഡൻ ബദരപ്പഴത്തെ എടുത്ത് പൊക്കുന്ന ലാഘവത്തിൽ ഗരുഡൻ്റെ പുറത്തേറി വന്ന ഭഗവാൻ ഈ മന്ദരപർവ്വതത്തെ കൊണ്ടുവന്ന് വളരെ ലാഘവത്തോടുകൂടി എടുത്ത് ഉയർത്തിക്കൊണ്ടുപോയി ആ പാലാഴി മധ്യത്തിൽ കൊണ്ടുവന്ന് ഉറപ്പിച്ച് നിർത്തിക്കൊടുത്തു. അത് ഉറച്ചിരിക്കണം, എന്നാലേ അത് കടയാൻ പറ്റൂ, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പിടിക്കുമ്പോൾ അത് മറിഞ്ഞു വീഴാം. അതുകൊണ്ട് അതിനെ കൊണ്ടുവന്ന പാലാഴി മധ്യത്തിൽ ഉറപ്പിച്ച് നിർത്തിക്കൊടുത്തു. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. സന്ധാനം കൃതവതി ദാനവൈസുരൗഖേ മന്ധാനം നയതി മദേന മന്ദരാദ്രിം ഭ്രഷ്ടേസ്മിൻ ബദരമിവോദ്വഹൻ ഖഗേന്ദ്രേ സദ്യസ്ത്വം വിനിഹിതവാൻ പയോധൗ. ആ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: ദാനവൈസുരൗഖേ, സ കൂട്ടക്ഷരമാണ്. അപ്പോൾ അതൊന്ന് കട്ടിയിൽ വായിക്കുക. സ ദാനവൈസുരൗഖേ. പിന്നെ മന്ദരാദ്രിം, അതറിയാമല്ലോ, അദ്രി എന്നാൽ പർവ്വതം. മന്ദരാദ്രിം, മന്ദരപർവ്വതത്തെ. പിന്നെ ഭ്രഷ്ടേസ്മിൻ, അവിടെ വിശ്ലേഷണമുണ്ട്, എകാരം നീട്ടിയെടുക്കുക. പിന്നെ അടുത്ത ബദരമിവോദ്വഹൻ, ബദരം ഇവ ഉദ്വഹനാണ്, അതുകൊണ്ട് ബദരമിവോദ്വഹൻ, അതും ശ്രദ്ധിക്കുക. പിന്നെ അടുത്തത് പയോധൗ, അവിടെ ഇടയ്ക്ക് ഒരു വിസർഗമുണ്ട്, പകുതി ഹകാരത്തിൽ അത് വായിക്കാൻ ശ്രമിക്കുക. ഇനി അടുത്തത് 5-ാമത്തെ ശ്ലോകമാണ്. ആധായ ദ്രുതമഥ വാസുകിം വരത്രാം പാഥോധൗ വിനിഹിത സർവബീജജാലേ പ്രാരബ്ധേ മഥനവിധൗ സുരാസുരൈസ്തൈർ വ്യാജാത്വം ഭുജഗമുഖേ കരോസുരാരീൻ. ആധായ ദ്രുതമഥ വാസുകിം വരത്രാം. ആധായ, ഇവിടെ ആധായ എന്ന് പറഞ്ഞാൽ കൊണ്ടുവരപ്പെട്ട. ദ്രുതമഥ, ദ്രുതം അഥ, ഇങ്ങനെ 2 വാക്കുകൾ ചേരുന്നതാണ് ദ്രുതമഥ. ദ്രുതം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന്, അഥ പിന്നീട്. അപ്പോൾ ഇവിടെ മന്ദരപർവ്വതത്തെ കൊണ്ടുവന്ന് ഉറപ്പിച്ചു നിർത്തി, അതിനുശേഷം വളരെ പെട്ടെന്ന് പോയിട്ട് വാസുകിം, വാസുകിയെ പെട്ടെന്ന് കൊണ്ടുവന്നു. എന്തിന്? വരത്രാം, ഇവിടെ ഇത് കടയാൻ കയറ് വേണമല്ലോ, മന്ദരപർവ്വതത്തെ ചുറ്റി 2 വശത്തേക്കും പിടിച്ചു വലിച്ച് കടയുന്നതിന്. അതിനായിട്ട് കയറായി ഉപയോഗിക്കാൻ വരത്രാം, അങ്ങോട്ട് ചുറ്റിയിട്ട് വാസുകി അവിടെ ചുറ്റി 2 വശത്തേക്ക്, ഒരു വശത്തേക്ക് തലഭാഗവും ഒരു വശത്തേക്ക് അതിൻ്റെ വാൽഭാഗവും പിടിച്ചുകൊണ്ട് മന്ദരപർവ്വതത്തെ മഥനം ചെയ്യുന്നതിന് വേണ്ടി കൊണ്ടുവന്നു. എന്നിട്ട് ആ മന്ദരപർവ്വതത്തിൻ്റെ ചുറ്റും അങ്ങോട്ട് ചുറ്റി. പാഥോധൗ, ആ പാലാഴിയിൽ വിനിഹിത സർവബീജജാലേ, വിനിഹിത സർവബീജജാലേ, സർവ ഔഷധങ്ങളുടെയും വിത്തുകളെ, ബീജം എന്ന് പറഞ്ഞാൽ വിത്തുകളെ ആ പാൽക്കടലിൽ വിനിഹിത അങ്ങോട്ട് നിക്ഷേപിച്ചിട്ട് പ്രാരബ്ധേ മഥനവിധൗ, പ്രാരബ്ധേ ആ
അങ്ങോട്ട് പ്രാരബ്ധേ മഥനവിധവും എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പെട്ടെന്ന് അങ്ങോട്ട് അതിനെ കടയാനായിട്ട് ഒരുങ്ങിയപ്പോൾ, അതായത് ഇപ്പോൾ മന്ദരപർവ്വതത്തെ കൊണ്ടുവന്ന് അവിടെ ഉറപ്പിച്ചു നിർത്തി, അതിനുശേഷം കയറായിട്ട് വാസുകിയെയും ചുറ്റിക്കഴിഞ്ഞു. ഇനിയും അതിനെ അങ്ങോട്ട് കടയാനായിട്ട് തുടങ്ങിയപ്പോൾ, കടഞ്ഞു തുടങ്ങിയില്ല, കടയാനായിട്ട് അവരൊരുമ്പെട്ടപ്പോൾ സുരാസുരൈസ്തൈർ, സുരന്മാരും അസുരന്മാരും, സുരാസുരൈ എന്ന് പറഞ്ഞാൽ സുരന്മാരും അസുരന്മാരും, തൈഹി എന്ന് പറഞ്ഞാൽ ആ എന്നുള്ള അർത്ഥത്തിലാണ്, ആ ദേവന്മാരും അസുരന്മാരും, വ്യാജാത്വം എന്ന് പറഞ്ഞാൽ വ്യാജാതത്വം ആണ്. വ്യാജാത് എന്ന് പറഞ്ഞാൽ കപടമായിട്ട് ഒരു അങ്ങ് വെറുതെ അങ്ങയൊന്ന് ഒരു കള്ളത്തരത്തിലൂടെ അങ്ങ് ചെയ്തതാണ്. ത്വം അങ്ങ് എന്താ ഭുജകമുഖേ കരോസുരാരീൻ, ഭുജകമുഖേ ആ ഭുജകത്തിൻ്റെ വാസുകിയുടെ മുഖേ ആ മുഖം വരുന്ന ഭാഗം, അതായത് അതിൻ്റെ ആ തലഭാഗം ഭുജകമുഖേ കരോ, ഭുജകമുഖേ അകരോ ആണ്. അകരോ എന്ന് പറഞ്ഞാൽ ആ തലയുടെ ഭാഗത്ത് സുരാരീൻ ദേവന്മാരെ ആ തലയുടെ ഭാഗത്ത് നിർത്തിക്കൊണ്ട് ഭഗവാൻ ഒരു കാപട്യം, അതായത് ഭഗവാന്റെ ലക്ഷ്യം അസുര സ്വഭാവം നന്നായി അറിയാവുന്ന ഭഗവാന് ദേവന്മാരെ ആ തലയുടെ ഭാഗത്ത് കൊണ്ട് നിർത്തിയപ്പോൾ ഭഗവാന് നന്നായിട്ടറിയാം, ഇപ്പോൾ അസുരന്മാർ വന്നിട്ട് പറയും ഞങ്ങൾ വാൽഭാഗം പിടിക്കില്ല, ദേവന്മാർക്ക് അങ്ങ് നല്ല ഭാഗം കൊടുത്തിരിക്കുന്നു, തലഭാഗം കൊടുത്തിരിക്കുന്നു, ഞങ്ങൾ വാൽഭാഗം പിടിക്കില്ല, ഞങ്ങൾക്ക് വേണം തലഭാഗം എന്ന് പറയുമെന്ന് ഭഗവാന് നന്നായിട്ടറിയാം. അതുകൊണ്ട് അങ്ങൊരു കള്ളത്തരം കാണിച്ചു. ഭഗവാനെ അവിടുന്ന് ദേവന്മാരെ കൊണ്ടുവന്ന് ആ വാസുകിയുടെ തലഭാഗം വരുന്നിടത്ത് കൊണ്ടുവന്ന് നിർത്തി. എന്നിട്ട് അവരോട് അവിടം പിടിക്കാൻ പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അസുരന്മാർ വരും, ഇനി ഇത് തിരിഞ്ഞു വരേണ്ടിയിരിക്കുന്നു എന്ന് ഭഗവാൻ അറിയാം. അപ്പോൾ ആദ്യം ദേവന്മാർക്ക് ഇങ്ങനെ ഒരു നമ്മൾ പറയും ഒരു മുൻഗണന, ഒരു പ്രിഫറൻസ് കൊടുക്കുമ്പോൾ സ്വാഭാവികമായും അസുരന്മാരെ അത് ചൊടിപ്പിക്കും, അസുരന്മാർ വരുമെന്ന് ഭഗവാൻ അറിയാം. അതുകൊണ്ടാണ് വ്യാജാത്വം എന്ന് പറഞ്ഞത്. അങ്ങ് കള്ളത്തരത്തിലൂടെയാണ് അങ്ങനെയൊരു ലീലയാടിയത്. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. ആഥായ ദ്രുതമഥ വാസുകിംബരത്രാം പാഥോഥൗ വിനിഹിത സർവബീജജാലേ പ്രാരബ്ധേ മഥനവിധൗ സുരാസുരൈസ്തൈർ വ്യാജാത്വം ഭുജകമുഖേ കരോസുരാരീൻ. ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: ദ്രുതമഥ, ദ്രുതം അഥ അകാരം കൊടുക്കുക മായ്ക്ക്. പിന്നെ സുരാസുരൈസ്തൈ അതും ശ്രദ്ധിക്കുക. വ്യാജാത്വം താ കൂട്ടക്ഷരമാണ്, ശ്രദ്ധിക്കുക. ഭുജകമുഖേ കരോസുരാരീൻ അവിടെ വിശ്ലേഷണമുള്ളത് കൊണ്ട് ഏകാരം നീട്ടിയെടുക്കുക. ഭുജകമുഖേ അകരോ ആണ്, അവിടെ വിശ്ലേഷണം നീട്ടിയെടുക്കുക. അതുപോലെ സുരാരീൻ അവിടെ സാ കൂട്ടക്ഷരമാണ്, അതും ശ്രദ്ധിക്കുക. നോക്കൂ, ഇവിടെ ഭഗവാൻ ഇങ്ങനെ ഒരു കള്ളത്തരത്തിലൂടെ ദേവന്മാരെ കൊണ്ടുവന്ന് അവിടെ കൊണ്ട് നിർത്തിയപ്പോൾ സ്വാഭാവികമായും അസുരന്മാർ ചാടി വീണു, ഞങ്ങൾക്ക് തലഭാഗം വേണം. ഭഗവാൻ എന്താ ചെയ്തത്? അവിടെ ഈ അസുരന്മാരെ അവരുടെ ഇഷ്ടം സാധിച്ചു കൊടുക്കുകയാണ് താൻ ചെയ്യുന്നത് എന്നുള്ള മട്ടിൽ ദേവന്മാരോട് ശരി അസുരന്മാർക്ക് ആ തലഭാഗം കൊടുക്കൂ, നിങ്ങൾ പോയി വാൽഭാഗം പിടിക്കൂ എന്ന് പറഞ്ഞ് ദേവന്മാരെ അവിടെ നിന്നും വാൽഭാഗത്തേക്കും പറഞ്ഞു വിട്ടു. അസുരന്മാർക്ക് തലഭാഗം കൊടുക്കുകയും ചെയ്തു. ഇവിടെ ഭഗവാൻ ഇങ്ങനെയൊരു കള്ളത്തരം കാണിക്കുവാൻ കാരണം ഭഗവാന് നന്നായിട്ടറിയാം ഈ വാസുകിയുടെ വായിൽ നിന്നും സദാ വളരെ ചൂടുള്ളതായിട്ടുള്ള വിഷക്കാറ്റ് വീശിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അടുത്ത് നിൽക്കുന്ന അസുരന്മാർക്ക് അതിൻ്റെ ദേവന്മാരാണെങ്കിൽ അവർക്കതിൻ്റെ ദോഷമുണ്ടാകും. എന്നാൽ ആ ദോഷത്തിൽ നിന്നും അവരെ ഒഴിവാക്കണമെങ്കിൽ അവർക്ക് ആദ്യം അത് കൊടുത്താൽ മതി, ദേവന്മാരപ്പോൾ ചാടി വീണോളുമെന്ന് ഭഗവാൻ അറിയാം. അതുകൊണ്ട് ഭഗവാൻ ആദ്യം ദേവന്മാർക്കത് കൊടുത്തുവെങ്കിലും പിന്നീട്
അസുരന്മാരെ പ്രീതിപ്പെടുത്താൻ എന്നോണം, അവരുടെ ഇഷ്ടങ്ങളെയാണ് താൻ മാനിക്കുന്നത് എന്നോണം അവിടുന്ന് അസുരന്മാർക്ക് ആ ഭാഗം കൊടുക്കുകയും ദേവന്മാരെ വാൽഭാഗം പിടിക്കുന്നതിനായി പറഞ്ഞു വിടുകയും ചെയ്തു. ഇനിയും അടുത്തത് 6-ാമത്തെ ശ്ലോകമാണ്. ഇവിടെ ഭഗവാൻ നമുക്ക് ഈ ദേവന്മാരെ ഇങ്ങനെ വാൽഭാഗത്തേക്ക് പറഞ്ഞു വിടുമ്പോൾ ഭഗവാൻ നമുക്ക് കാണിച്ചു തരികയാണ്. നമുക്ക് പലപ്പോഴും തോന്നും അതാണ് നല്ലത്. ഇപ്പോൾ അസുരന്മാർക്ക് തോന്നിയതുപോലെ തലഭാഗമാണ് നല്ലത് എന്ന് തോന്നും. പക്ഷെ നമുക്ക് നല്ലതെന്ന് തോന്നുന്നത്, അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്നത് ചിലപ്പോൾ നമുക്ക് മഹത്തരമായിട്ട് തോന്നാം. പക്ഷേ എല്ലാം അറിയുന്ന ഭഗവാൻ അറിയാം അത് നമുക്ക് ദോഷമേ വരുത്തൂ ഭാവിയിലെന്ന്. അപ്പോൾ പലപ്പോഴും ഭഗവാൻ അത് തട്ടിത്തെറിപ്പിക്കാറുണ്ട്. ആ അവസരങ്ങൾ, നമുക്ക് അനുഗ്രഹം എന്ന് തോന്നുന്നത്, നമുക്ക് ലഭിക്കേണ്ടുന്ന നിധി അല്ലെങ്കിൽ എന്തുമായിക്കോട്ടെ, സമ്പത്ത് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നന്മ നമുക്ക് നല്ലതെന്ന് തോന്നിയാൽ പോലും ഭഗവാൻ അത് തട്ടിത്തെറിപ്പിക്കും. കാരണം ഇവിടെ ദേവന്മാരെ ഭഗവാൻ എപ്രകാരമാണോ കരുതിയത് അതേപോലെ ഭഗവാൻ നമ്മളെ ഏറെ കരുതുന്നുണ്ട്, ഏറെ സംരക്ഷിക്കുന്നുണ്ട്. ഭഗവാന്റെ ഒരു വലയം ഇവിടെ നോക്കൂ. നമ്മളൊക്കെ നമുക്ക് വേണ്ടി കരുതുന്നതിലും എത്രയോ കൂടുതൽ ഭഗവാൻ നമുക്കൊക്കെ വേണ്ടി കരുതുന്നുണ്ട്. ആ കരുതലിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിലേക്ക് വരുന്നത്. പിന്നീടായാലും ദോഷകരമാവുമെന്ന് ഭഗവാൻ അറിയുന്ന കാര്യം നമ്മളിൽ നിന്നും ദൂരെ മാറ്റുന്ന അല്ലെങ്കിൽ തട്ടിത്തെറിപ്പിക്കുന്നത്. ഇത് നമുക്കൊരു പാഠമാണ്. ഭഗവാൻ ഇവിടെ ദേവന്മാരുടെയും അസുരന്മാരുടെയും കഥയായിട്ട് ഭഗവാന്റെ മഹത്വം പറയുന്ന ഇവിടെ ഇത് നമുക്ക് കാണിച്ചു തരികയാണ്. ഇതുപോലെയാണ് പലപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്നത് നമുക്ക് കിട്ടാതെ വരുമ്പോൾ നമ്മളൊക്കെ വല്ലാതെ സങ്കടപ്പെടാറുണ്ട്. ഇവിടെ ദേവന്മാർക്കൊട്ട് സങ്കടം തോന്നിയില്ല. തലഭാഗം അസുരന്മാർക്ക് കൊടുത്തിട്ട് വാൽഭാഗം പോയി നിങ്ങൾ പിടിച്ചോളൂ എന്ന് പറഞ്ഞപ്പോൾ ദേവന്മാർക്കൊട്ട് സങ്കടം തോന്നിയില്ല. ഇതുപോലെ നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നതിനെയെല്ലാം സന്തോഷത്തോടു കൂടി അക്സെപ്റ്റ് ചെയ്തോളൂ, സ്വീകരിച്ചോളൂ. അത് ഭഗവാന്റെ കരുതലാണ്. നമുക്ക് നാളെ ഒരു ദോഷം വരരുതെന്ന് ഭഗവാന് നിർബന്ധമുണ്ട്. ഭഗവാന്റെ ഭക്തരെ ഭഗവാൻ വളരെയേറെ സൂക്ഷിച്ചാണ് ഭഗവാൻ സംരക്ഷിച്ചു പോരുന്നത്. അത്രയേറെ പ്രിയമാണ് ഭഗവാന് തൻ്റെ ഭക്തരോട്. അപ്പോൾ അതുകൊണ്ട് തന്നെ സജ്ജനങ്ങളെ, ഒരു പക്ഷേ ഇതിനു മുമ്പ് പലപ്പോഴും നമുക്കൊക്കെ സങ്കടം തോന്നിയിട്ടുണ്ടാവാം. പക്ഷെ ഓർക്കുക, ഒന്നും സങ്കടപ്പെടേണ്ട. അതിലും നല്ലത് എന്തോ ഒന്ന് ഭഗവാൻ നമുക്ക് നിശ്ചയിച്ചിരിക്കുന്നു. അതിനു വേണ്ടിയിട്ടാണ് നമുക്ക് നല്ലതെന്ന് തോന്നിയത് നമ്മളിൽ നിന്ന് ദൂരെ മാറ്റിയത്. ഇനി അടുത്തത് 6-ാമത്തെ ശ്ലോകമാണ്. അത് നമുക്ക് അടുത്ത സത്സംഗത്തിൽ കാണാമെന്ന് കരുതുന്നു. ഹരേ കൃഷ്ണ.